എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. എന്നാൽ നല്ല നാടൻ ടേസ്റ്റുമാണ്. നമ്മൾ ഇന്നത്തെ നാടൻ കറി നല്ല ചാറിട്ട അല്ലെങ്കിൽ ഗ്രേവി ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. ആ ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ വേണ്ട ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കിനി പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇങ്ങനെ വെളുത്തുള്ളി എണ്ണയിലിട്ട് വഴറ്റിയിട്ട് വേണം ബാക്കിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആദ്യം വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് എണ്ണയിൽ കിടന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ് വെളുത്തുള്ളി ഒന്ന് നിറം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അടുത്തായിട്ട് ഇഞ്ചിയാണ്. ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ അരിഞ്ഞതാണ്. 1.5 ടേബിൾ സ്പൂൺ. നമുക്കിനി ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലതായിട്ട് വഴണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്തിൻ്റെ മണം വരുന്നു. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 5 പച്ചമുളക് എടുത്തിരിക്കുന്നത്. പച്ചമുളക് നമുക്ക് എരി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലിടാം. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള എരി മാത്രമേ ഇട്ടുള്ളൂ. നമ്മളിനി അത് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ടിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ അങ്ങോട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ മണം അടിച്ചു വരും. ഇപ്പം ആ കറിവേപ്പിലയുടെയൊക്കെ മണം അടിച്ച് വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള 3 എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള 3 സവാള നന്നായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുക. നല്ല ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാകും. ഇനി നമുക്ക് നല്ലതായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കനാണിത്. ഞങ്ങളൊക്കെ ബാച്ചിലായിട്ട് താമസിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിയിരുന്നതാണ് ചിക്കൻ. ഇപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് മടിയായിരിക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയുമാവും എല്ലാം ആവും. പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ട്. മൊത്തം ഉപ്പ് ചേർക്കുന്നില്ല, കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ബാക്കി ഉപ്പ് പിന്നെ നമ്മൾ എപ്പോഴും ഇടയ്ക്ക് നോക്കിയിട്ട് ഉപ്പിൻ്റെ പരുവ് അനുസരിച്ച് പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് ചിക്കനെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ആ സവാളയുടെയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. കേട്ടോ, ചെറിയൊരു ബ്രൗൺ നിറം പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടിക്ക് അറിയാമല്ലോ, അതിന് എരിവ് കുറവ് നല്ല കളറും കിട്ടും. ഈ മുളക് പൊടി നമ്മൾ ഇതുപോലെ ശകലം നീക്കിയിട്ട് വെളിച്ചെണ്ണ ആ എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല നിറം കിട്ടും. ഈ എണ്ണയിലിട്ട് മുളക് പൊടിയൊക്കെ മൂപ്പിക്കുമ്പോൾ നല്ല നിറം വരും. പിന്നെ നമുക്ക് അതിലേക്ക് ഇടുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെയാണ് മല്ലിപ്പൊടിയും. കേട്ടോ, മല്ലിപ്പൊടിയും നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി എണ്ണയിലിട്ട് വറുത്തിട്ട് അതിൻ്റെ നിറം ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല നിറം വരുന്നത്. മുളക് പൊടി ഇടുമ്പം ചുവന്ന നിറവും മല്ലിപ്പൊടി ഇട്ടുമ്പോഴത്തേക്ക് കറുത്ത നിറം വരും. ഇനി നമുക്ക് അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിങ്ങനെ ഓരോ പൊടികളും ചേർത്ത് അത് എണ്ണയിലിട്ട് നന്നായി യോജിപ്പിച്ച് അടുത്തിടുന്നതായിരിക്കും നല്ലത്. കേട്ടോ, ഇനി അടുത്ത് ഇടുന്നത് ഗരം മസാലയാണ്. ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറച്ചിക്കൊക്കെ ഇടുന്നത് തന്നെ മസാല. ഇത് ഞാൻ തന്നെ പൊടിച്ച മസാലയാണ്. അല്ല, ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കാണും. അത് ആ മസാലയല്ല. ഇത് നമ്മൾ സാധാരണ ഞാനിപ്പോൾ സാധനങ്ങളെല്ലാം വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊടിച്ചതാണ്. അത് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നുമില്ല, ഗ്രാമ്പൂ പട്ട കറുവപ്പ് അതെല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്താണ് ആ ഒരു ഗരം മസാല ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിനി അതും കൂടി ഇട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം കൂടി ഇട്ട് നമ്മൾ എണ്ണയിലിട്ട് ഒന്ന് വഴണ്ടതിന് ശേഷം മാത്രമേ പിന്നെ നമ്മൾ നമ്മുടെ ആ വഴണ്ട സവാളയുമായിട്ട് മുഴുവൻ മിക്സ് ചെയ്യാവൂ. അതിന് ഇപ്പം നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് അതിൻ്റെ ആ മുളകിൻ്റെ ഒരു മണം വരും. ആ മണം വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ സവാളയുമായിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മുടെ എല്ലാം കൂടെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കതിനെ പിന്നെ ചെറുവിടെ നിറം വേണമെങ്കിൽ ചെറുവിടെ വഴറ്റി കൊടുക്കാം, പക്ഷെ കരിഞ്ഞു പോകരുത്. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം.
5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. നോൺ സ്റ്റിക്കൊന്നും അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കോഴി ഇട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ അത് 1 കിലോ കോഴിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കോഴിയുടെ റെസിപ്പിയാണ് നമ്മുടെ. 1 കിലോ കോഴി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, നമ്മുടെ മസാലയുമായിട്ടല്ല. അപ്പോൾ അത് കോഴിയുടെ എന്താ പറയുന്നത്, എല്ലാ ഭാഗത്തും നമ്മുടെ മസാലകളെല്ലാം പരണ്ടിരിക്കും. എന്നിട്ട് മസാല എല്ലാം നന്നായി ചേർത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കുക. ഈ കോഴിയുടെ പ്രത്യേകതയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ്. അത് വേകുന്നില്ലെന്നുണ്ടെങ്കിൽ, അത് വെള്ളം വേകുന്നതിന് മുമ്പ് പറ്റിപ്പോകാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുകയാണ്. ഈ റെസിപ്പി നമുക്ക് പ്രഷർ കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പ്രഷർ കുക്കറിൽ ചെയ്യാൻ നമുക്ക് ശകലം കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല എല്ലാം പിടിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ കുക്കറിൽ ചെയ്യാം. പ്രഷർ കുക്കറിൽ ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഒരു 10 മിനിറ്റത്തെ വേവ് മതി തോന്നും. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയി കിട്ടും പ്രഷർ കുക്കറിലൊക്കെ. ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല എല്ലാം നല്ലതായിട്ട് പുരണ്ടിട്ടുണ്ട്. നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടോ ചിക്കൻ്റെ വെള്ളം കണ്ടോ ചിക്കനകത്ത് കിടക്കുന്നത്? ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. നമ്മൾ വെള്ളം ഒഴിക്കാതെ വെച്ചിട്ടും ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. അപ്പോൾ ഈ വെള്ളത്തിൽ കിടക്കുന്ന വേകുമ്പോഴാണ് ചിക്കൻ ടേസ്റ്റ് വരിക. നമുക്ക് ഇച്ചിരി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ചിക്കൻ്റെ വേവൂട് നോക്കണം കേട്ടോ. വേവൂട് നോക്കി ഉപ്പൂട് നോക്കി ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം ചാറായിട്ടല്ല, നമുക്ക് ചില ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിനി വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ തന്നെ. പിന്നെ ഞാനിപ്പം ചാറാണ് എടുത്തത്. ചാറെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേവി ടൈപ്പാണ്, ഒരു നീണ്ട ഗ്രേവി ടൈപ്പാണ്, ലൂസായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ ഇളക്കി യോജിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം മുകളിൽ ഒഴിക്കുന്നത് മറ്റു മസാല എല്ലാം അടിയിലൊക്കെ കിടക്കണം. അപ്പോൾ നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം കൂടി യോജിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി വീണ്ടും തിക്കായി തുടങ്ങും. ഇതിപ്പോൾ കണ്ടോ നമ്മുടെ ഗ്രേവി വീണ്ടും തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതുകൊണ്ട് ഇപ്പോൾ തിളച്ചും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ശകലം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും. അപ്പോൾ ഈ പെരിഞ്ജീരകപ്പൊടിയും നമ്മൾ ഇറച്ചി മസാല മുമ്പ് ഇട്ടതാണ്, അതായത് ഗരം മസാല മുമ്പ് ഇട്ടതാണ്. പിന്നെ അത് കൂടാതെ നമ്മളിപ്പം 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുരുമുളക് പൊടി. അപ്പോൾ ഇതുകൂടെ രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുകയാണ് വീണ്ടും. ഒരു 10-15 മിനിറ്റിൽ നമുക്കൊന്ന് വേവിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റാണ് വേവിച്ചിരിക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാൽ മതി അതിൻ്റെ വേവ് എങ്ങനെയുണ്ട്, വെന്തോന്ന് നോക്കിയാൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് വെന്തില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് വെന്തിട്ട് ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ആ ഗ്രേവിക്ക് അത്യാവശ്യം തിക്ക് ലൂസ് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള കടുക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ കടുക് താളിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാദ് കൂടുന്നത്. നമുക്ക് ആദ്യം അതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്കൊരു 2-3 വറ്റൽമുളക് കൂടി ഇട്ട് വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മണം വരുമ്പോഴത്തേക്ക് പിന്നീട് അതിലേക്ക് നമുക്ക് ഇടേണ്ടതാണ് കറിവേപ്പില. ആ കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലേക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തന്നെ ഒരു പ്രത്യേക മണമാണ്. പിന്നെ ഞാൻ അതിലേക്ക് ശകലം കുരുമുളക് കൂടി ഇടുന്നുണ്ട്. ശകലം എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ടാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ആ വെന്തിരിക്കുന്ന ചിക്കനിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പോൾ ആ ഇടുമ്പം തന്നെ നല്ലൊരു മണം അടിക്കുന്നുണ്ട്. അതും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി. ഒരു അരമണിക്കൂറൊക്കെ അടച്ചു വെക്കാൻ പറ്റുക നല്ലതാണ്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവറെല്ലാം ചിക്കൻ കറിയിലേക്കെല്ലാം ചെല്ലും. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ അതുപോലെ ഇനി ചാനൽ സബ്സ്ക്രൈബ് ഉള്ളവരൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ അമർത്താൻ കൊണ്ട് മറക്കല്ലേ.